പ്രിയപ്പെട്ടവരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ ആദ്യമേ നേരാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിവിടെ എത്തിച്ചേരേണ്ട സമയവും കടന്ന് 1, 2, 3, 4 ഒക്കെ മണിക്കൂറുകൾ പിന്നിട്ടിട്ടാണ് ഇവിടെ എത്തിച്ചേരുന്നത്. സ്വാഭാവികമായും വേറെ എവിടെയാണെങ്കിലും ഇത്രയും വൈകി വരുമ്പോൾ പിന്നെ അവിടെ ആരെയാണോ കാണാൻ പോകുന്നത് അവരുടെ സാന്നിധ്യം ഉണ്ടാവാറില്ല. പക്ഷെ മണിക്കൂറുകൾ എത്ര വൈകിയാലും വടകര ഒരു തീരുമാനം എടുത്താൽ അത് എടുത്തതാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇപ്പോഴും ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നത്. ബോധപൂർവം എവിടെയും നമ്മൾ വൈകുന്നില്ല. ഈ പര്യടനത്തിന്റെ ഇടക്ക് മറ്റൊരു സ്ഥലത്തും നമ്മൾ പോകുന്നില്ല. പര്യടനം മാത്രമാണ് നടത്തുന്നത്. പക്ഷെ പര്യടനം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കെ നമ്മൾ തീരുമാനിച്ച പോയിന്റുകളിൽ മാത്രമല്ല ജനങ്ങൾ കൂടി നിൽക്കുന്നത്. വഴിയിലുടനീളം വടകരയുടെ സ്നേഹം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുമ്പോൾ അത് കണ്ടിട്ട് കാണാത്തതുപോലെ പോരാൻ മനസ്സനുവദിക്കാത്തത് കൊണ്ടാണ് അവിടെ എല്ലാം നിർത്തി അവരെയൊക്കെ കണ്ട് അഭിവാദ്യം ചെയ്തതാണ് കടന്നു വന്നത്. ഞാൻ ഒരു കാര്യം തീർത്തു പറയാം. കേരളത്തിൽ 20 പാർലമെന്റുകളിൽ ഇതുപോലെ ജനതയുടെ സ്നേഹം കിട്ടുന്ന, അതിന് സൗഭാഗ്യം കിട്ടിയ മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. ഞാൻ അറിയിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണനയും കൂടുതൽ സ്നേഹവും എനിക്ക് തരുന്നുണ്ട്. അതിന് വാക്കുകൊണ്ട് നന്ദി ഔപചാരികമായി രേഖപ്പെടുത്തി പോവുക എന്നുള്ളത് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഞാൻ വാക്കിൽ നന്ദി പറയുന്നില്ല, പക്ഷെ എന്റെ പ്രവൃത്തിയിൽ ഇതിനെല്ലാമുള്ള നന്ദി ഞാൻ കാണിക്കുമെന്ന് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളോടും പറയാൻ ആഗ്രഹിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രതിദാനം ചെയ്ത നിയോജകമണ്ഡലത്തിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ ഒരു ഘടകമാണ് ഇപ്പോ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ അനുഭവം. ഇതെനിക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമല്ല. ഞാൻ ഇതുവരെ ഒരു കടലിന്റെ ഓരത്ത് എനിക്ക് വേണ്ടി ഇതുവരെ വോട്ട് ചോദിച്ചിട്ടില്ല. ഞാനൊരു തീരദേശ മേഖലയിൽ സത്യസന്ധമായി തുറന്നു പറഞ്ഞാൽ ഞാൻ ഇതുവരെ വോട്ട് ചോദിച്ചിട്ടില്ല. കടൽ ഭിത്തി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തിരമാല കണക്ക് വരുമ്പോൾ വെള്ളം കയറി മറിഞ്ഞിവിടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളും പ്രശ്നങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ആശങ്കയും അത് തീർക്കുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച് എനിക്ക് അറിവുകൾ കിട്ടിത്തുടങ്ങുന്നു. ഞാൻ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ പിറ്റേ ദിവസം ഇവിടെ കടൽ ഭിത്തി വരുമെന്ന് പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ പിന്നെ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറയാനൊന്നുമല്ല ഞാൻ മൈക്കെടുത്തത്. ഞാൻ പ്രായോഗികമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വോട്ട് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്ന ഒരാളായി നിങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനം എന്റെ മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം തീർത്തു പറയാം. തൊട്ടടുത്ത ദിവസം മുതൽ പരിഹാരം എല്ലാത്തിനുമായി എന്ന് പ്രസംഗിച്ച് കയ്യടിയും വോട്ടും കിട്ടുന്നതിനേക്കാൾ എനിക്കിഷ്ടം നിങ്ങളോട് ഉള്ളു തുറന്ന് പറയുന്നു. ഈ പ്രയാസങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ, ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉദിക്കുമ്പോൾ, അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാവുമ്പോഴും ആരും തിരിഞ്ഞു നോക്കാനില്ല എന്ന തോന്നലും ഇത് രണ്ടും നിങ്ങൾക്കുണ്ടാവില്ല. നിങ്ങളെക്കാൾ മുമ്പ് ആ പ്രശ്നം എന്റെ പ്രശ്നമായിരിക്കും. അതുപോലെ തന്നെ ഇലക്ഷന് കൈവീശി കാണിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരാളായി ഞാൻ മാറില്ല. ഇപ്പൊ എങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നോ അതിനേക്കാൾ കൂടുതൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കുമെന്ന് നെഞ്ചിൽ കൈവച്ച് വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരവസരം തന്നതിന്റെ പേരിൽ, ഒരു വോട്ട് നിങ്ങൾ ചെയ്യുന്നതിന്റെ പേരിൽ, ഒരു വോട്ട് എനിക്ക് വേണ്ടി ചോദിക്കുന്നതിന്റെ പേരിൽ അത് തെറ്റായി പോയി എന്ന് നിങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റൊരാളുടെ മുമ്പിൽ നിങ്ങൾ തലകുനിച്ചു നിൽക്കുന്ന സാഹചര്യമോ ഞാൻ ഉണ്ടാക്കില്ല എന്ന് ഉറപ്പ് പറയുന്നു. ഈ വടകരയുടെ സ്നേഹം അത് നിറഞ്ഞ് കവിഞ്ഞ് ആദ്യത്തെ ദിനം മുതൽ എനിക്ക് കിട്ടാൻ തുടങ്ങിയതാണ്. ഇന്നലെയൊക്കെ കുറ്റ്യാടിയിലെ പര്യടന പരിപാടി രാത്രി 8:30 അവസാനിക്കേണ്ടത് ഇന്ന് പുലർച്ചെ 4:30 മണിക്കാണ് അവസാനിച്ചത്. വഴിയിലുടനീളം ജനങ്ങൾ തന്ന സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെയും മണിക്കൂറുകൾ വൈകിയത്. ഇവിടെയും നിന്ന് പുറപ്പെട്ട് ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് എത്താൻ സഞ്ചരിക്കുന്ന ദൂരം അതിന്റെ സമയം മാത്രമല്ല വേണ്ടി വരുന്നത്. 2 വശങ്ങളിലും അമ്മമാരും കുഞ്ഞുങ്ങളും കൈക്കുഞ്ഞുങ്ങളും ഗുരുകാരണവന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ അനുഗ്രഹത്തിന്റെ ആശസ്സുകളുമായി നിൽക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നു, ഇതൊന്നും ഞാൻ മറന്നു പോവുകയില്ല. ഏത് പദവി കിട്ടിയാലും അത് തരുന്നത് ജനങ്ങളാണെന്നുള്ള ഓർമ്മയിൽ നിങ്ങൾക്കിടയിൽ ഒരാളായി കൂടാൻ എന്നെ അനുവദിക്കണമെന്നുള്ളതാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന.
തീരദേശത്തിന്റെ മക്കളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ എന്നെ ജനപ്രതിനിധിയുടെ പദവിയേക്കാൾ കൂടുതൽ നിങ്ങളുടെ കുടുംബത്തിൽ ഈ തീരദേശത്തിന് ഒരു മകനും കൂടിയായി എന്നെ കണക്കാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരിക്കാം ഇത്. അതുകൊണ്ട് തന്നെ പരമാവധി ആത്മാർത്ഥതയോടെ എന്റെ മുമ്പിൽ വരുന്ന വിഷയങ്ങളെ ഞാൻ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കും. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരിക്കാം ഇത്. അതുകൊണ്ട് തന്നെ എനിക്ക് പരമാവധി റിസൾട്ട് ഉണ്ടാക്കണം എന്ന ആഗ്രഹമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി പിന്നിടാനുള്ള നാളുകൾ എത്രയാണ് എന്നുള്ളതും എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നെ കുറിച്ച് നല്ലത് പറയാനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എന്നെ കൊണ്ടാവും വിധം കഠിനാധ്വാനം ചെയ്തോളാം. പിന്നെ എന്റെ മുമ്പിൽ വരുന്ന ഒരാളുടെ ജാതിയോ മതമോ നോക്കി ഇടപെടുന്നത് എന്റെ അവസാന ശ്വാസം വരെ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതും ഞാനൊരു വാക്കായി പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു കാര്യം കൂടെ സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആരെയും വ്യക്തിഹത്യ നടത്താൻ ആഗ്രഹിക്കുന്നവനല്ല. 22 കൊല്ലമായി ഞാൻ പൊതുപ്രവർത്തനം തുടങ്ങി. 13 കൊല്ലമായി ഞാൻ അസംബ്ലിയിൽ പ്രസംഗിക്കുന്നു. 10-15 വർഷമായി ഞാൻ നവമാധ്യമങ്ങളിൽ ഇടപെടുന്നു. ഇന്നേ വരെ എന്റെ അസംബ്ലി പ്രസംഗങ്ങളിൽ അൺപാർലമെന്ററി ആയിട്ടുള്ള ഒരു വാക്കുപയോഗിച്ചതിന്റെ പേരിൽ എന്റെ പ്രസംഗത്തിന്റെ ഒരു വാചകം പോലും ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. കാരണം അത് ഉപയോഗിക്കാറില്ല. എനിക്ക് വ്യക്തിഹത്യ നടത്തിയിട്ട് ജയിക്കാൻ താല്പര്യമില്ല. അതിനേക്കാൾ നല്ലത് ഞാൻ തോക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിന്റെ ഉത്തരവാദിത്വം എന്റെ തലയിൽ കെട്ടിവെച്ച് കഴിഞ്ഞ കുറച്ച് ദിവസം അതിന്റെ പിന്നാലെ പ്രചരണവും പത്രസമ്മേളനവും ചാനൽ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇന്നലെ വൈകുന്നേരം അത്തരത്തിലൊരു വീഡിയോ ആരും നിർമ്മിച്ചിട്ടില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞപ്പോ ഞാൻ നിങ്ങളോട് പറയുന്നു, അന്ന് പറഞ്ഞതും ഇന്ന് പറയുന്നതും ഒന്നാണ്. വ്യക്തിഹത്യ നടത്തേണ്ട കാര്യമില്ല. വടകരയുടെ ജനങ്ങളുടെ സ്നേഹം കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഒട്ടും അഹങ്കാരമില്ലാതെ വിനയത്തോടെ ജനങ്ങളെ സമീപിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കാൻ എനിക്കൊരു അവസരം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രാഷ്ട്രീയമായി കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ 2 ഭരണകൂടങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാനിവിടെ ഹാർബർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പോയിരുന്നു. അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു. നിങ്ങൾക്കറിയാം, 1 ലിറ്റർ എണ്ണയുടെ വിലയിൽ എണ്ണ വിലയേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിന്റെ പകുതിയോളം നികുതി കൊടുക്കേണ്ടി വരുന്ന സാധാരണക്കാരുടെ അവസ്ഥ. നിങ്ങൾക്കറിയാം, ഒരു സിലിണ്ടർ കൊടുക്കുമ്പോഴുള്ള വിലയുടെ അവസ്ഥ. നിങ്ങൾക്കറിയാം, പെൻഷൻ ഇപ്പൊ കിട്ടുന്നില്ല. നിങ്ങൾക്കറിയാം, ലംസം ഗ്രാന്റുകൾ മുടങ്ങിക്കിടക്കുന്നു. നിങ്ങൾക്കറിയാം, പല പദ്ധതികൾക്കും ഇപ്പൊ പണമില്ലാത്തതിന്റെ പേരിൽ സാധാരണ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അവരുടെ ശബ്ദമായി അവർക്ക് വേണ്ടി പൊരുതാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ശ്രമിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അത്യുജ്വല സ്വീകരണത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ പറയുന്നില്ല. എനിക്ക് നന്ദി ഇല്ലാഞ്ഞിട്ടല്ല, ഇതിന്റെ നന്ദി ഞാൻ പ്രവൃത്തിയിൽ കാണിക്കുമെന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അടുത്ത കേന്ദ്രത്തിലും ഇതുപോലെ ഒരുപാട് വൈകിയ ആൾക്കാർ നിൽക്കുകയാണ്. അതുകൊണ്ട് എന്നെ പെട്ടെന്ന് പോകാൻ അനുവദിക്കണം എന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. 26-ാം തീയതി രാവിലെ തന്നെ വോട്ട് ചെയ്യണം. 2-3 ദിവസം എല്ലാവരും വിളിച്ചിട്ടൊക്കെ നമുക്കൊന്ന് വോട്ട് ചെയ്യാൻ നിങ്ങൾ പറയുകയും വേണം. പോയിട്ട് വരട്ടെ എല്ലാരോടും, ഇവിടെ എല്ലാരോടും ആധാർപ്പണം ചെയ്യാനുള്ളവർ വേഗം വാഹനത്തിലെത്തണം. വാഹനത്തിൽ ഇറങ്ങാൻ സാധിക്കില്ല എന്ന് അറിയിക്കുകയാണ്.